എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രേമ ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു ചെറിയ അടുക്കളത്തോട്ടാണ്. ഇവിടെ സൂര്യപ്രകാശം വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. അപ്പോൾ വെള്ളരി വർഗ്ഗ വിളകൾ ഞാൻ നിലത്ത് മണ്ണിലാണ് കൃഷി ചെയ്യുന്നത്. സാധാരണ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ വിളവ് കുറവാണ്, ചിലപ്പോൾ കായകൾ വലുതാവാറില്ല. അപ്പോൾ ഞാൻ നിലത്ത് കുറച്ച് സ്ഥലമുള്ളൂ, അവിടെ നിലത്താണ് ഞാൻ കൃഷി ചെയ്തത്. കൃഷിയിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർക്ക് വലിയ സാമ്പത്തിക ചെലവൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന ഒരു വിളയാണ് ഈ ചുരക്ക. ചുരക്കയ്ക്ക് കീടരോഗബാധ വളരെയധികം കുറവാണ്. സാധാരണ മത്തയും കുമ്പളവും കൃഷി ചെയ്യുന്ന രീതി തന്നെയാണ് ചുരക്ക കൃഷിക്കും വേണ്ടത്. ഒരു 60 സെൻറ്റിമീറ്റർ വ്യാസം, പിന്നെ 40 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു കുഴി എടുക്കുക. അതിൽ മേൽമണ്ണ് മാറ്റി അതിൽ ഒരു പിടി കുമ്മായം ഇട്ട് നനച്ചിടുക. നമ്മൾ തയ്യാറാക്കിയ ആ തടത്തിലേക്ക് 15 ദിവസത്തിന് ശേഷം ജൈവവളങ്ങളും ഒരു പിടി എല്ലുപൊടി, അതേപോലെ തന്നെ വെണ്ണീർ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മേൽമണ്ണും കൂടി ഇതിൽ മിക്സ് ചെയ്ത ഈ വളം തടത്തിൽ നിറയ്ക്കുക. ഇതിലേക്കാണ് നമ്മൾ വിത്ത് പാകേണ്ടത്. വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3 ദിവസം മുന്നേ തടം നനച്ചിടണം. നനവുണ്ടായിരിക്കണം എപ്പോഴും വിത്ത് പാകുന്ന തടം. പിന്നെ ഇതിൽ 5-6 വിത്തുകൾ പാകിയതിന് ശേഷം മുളച്ച് വന്ന 2 ആഴ്ച കഴിഞ്ഞ് ഇതിൽ കരുത്തുള്ള 3 തൈകൾ ഇതിൽ നിർത്താവുന്നതാണ്. പിന്നെ വള്ളി വീശുമ്പോഴും പൂവിടുമ്പോഴും നമുക്ക് എന്തെങ്കിലും ജൈവവളങ്ങൾ ഏതുള്ളെങ്കിൽ അത് ഈ തടത്തിൽ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കണം. സാധാരണയായിട്ട് ഇവിടെ കടലപ്പിണ്ണാക്ക്, പിന്നെ ചാണകം, പച്ച ചാണകം, ഗോമൂത്രം, ഇവ 3 കൂടി പുളിപ്പിച്ചിട്ടുള്ള ആ സ്ലറിയാണ് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. അല്ലാണ്ട് കൂടുതൽ ഞാൻ വളങ്ങളൊന്നും ഇടാറില്ല. നടുമ്പോൾ മാത്രം എല്ലുപൊടി ചേർക്കുള്ളൂ. പിന്നെ കൂടുതലായിട്ട് നൈട്രജൻ വളങ്ങളും പൊട്ടാഷ് വളമാണ് ചുരക്കയ്ക്ക് വേണ്ടത്. ചുരക്ക കൃഷിയിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നം കായ്കൾ പിടിക്കുന്നില്ല എന്നതാണ്. പെൺപൂക്കൾ ഒരേ സമയം തന്നെ ധാരാളം പെൺപൂക്കൾ വിരിയും, പക്ഷേ കായ പിടിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇതിലെ സൂക്ഷ്മമൂലങ്ങളുടെ കുറവുണ്ടായാലും കായ്പിടുത്തം കുറവാകും. പിന്നെ ഫംഗൽ രോഗബാധ ഉണ്ടായാലും കായ്പിടുത്തം കുറവാകും. പരാഗണം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിലും കായ്പിടുത്തം കുറവാകും. അപ്പോൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യണം. ഈ ചുരക്ക മൂക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൊട്ടിച്ച് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കണം. മൂത്ത് കഴിഞ്ഞാൽ ഇത് ചുരക്ക നന്നല്ല, വിത്തിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ താഴത്ത് അധികം പടരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ചുരക്കയുടെ തലപ്പൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു 4-5 കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നോക്കാം. ഇതൊരു ചെറിയ പന്തലാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, ഇപ്പോൾ വള്ളിമ പടരുന്ന പച്ചക്കറികൾ നമുക്ക് കിട്ടും. വീട്ടിലുള്ള അടുക്കളയിൽ ഉണ്ടാവുന്ന ജൈവമാലിന്യങ്ങൾ, പിന്നെ കുറച്ച് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കൊക്കെ മതി. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ല കൃഷിയാണ്. വിഷമില്ലാത്തത് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതാ ഒരു ചുരക്ക എടുക്കണു. ചുരക്കയുടെ ഇലകൾക്ക് അധികം പൂപ്പൽ രോഗം ബാധിച്ചിട്ടില്ല കേട്ടോ. അത് കുമ്പളത്തിൻ്റെ ഇലകളാണ് കൂടുതലായിട്ടുള്ള പൂപ്പൽ രോഗം ഉണ്ടാവാൻ കാരണം ഇങ്ങനെ അടുത്തടുത്ത് തൈകൾ നട്ടു കൊടുക്കല്ലേ. ഒരില മറ്റു ഇലയുടെ മീതെ കെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന രോഗമാണ് പൂപ്പൽ രോഗം. ഞാനതിനെ കാര്യമായിട്ട് മരുന്ന് കളിക്കൊന്നും ചെയ്തില്ല. പിന്നെ ഈ ടെറസിൽ ഞാൻ ഓല ഇട്ട് കൊടുക്കുന്നത് കായ്കൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതൊരെണ്ണം, ഇത് എയർ സർക്കുലേഷൻ കിട്ടണം. അതിനെ ഞാൻ ആദ്യം ഒരു നെറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മീതെയാണ് ഞാൻ കവർ ഇപ്പോൾ പൊട്ടിയതാണ്, കവർ കെട്ടി കൊടുത്ത് നോക്കുന്നത്. ഇനി വിളവെടുപ്പ് കഴിഞ്ഞാൽ 2ാം പ്രാവശ്യം ഇതേപോലെ തന്നെ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങും. അതിന് കുറച്ച് വളമൊക്കെ ഇടയ്ക്ക് കൊടുക്കണം. വളം കയറ്റി കൊടുത്താൽ, വളം ഇട്ട് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുക്കണം.
ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി ഇനമാണ് ചുരയ്ക്ക. ഇതിൽ ധാരാളം ധാതുക്കളും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. രക്തശുദ്ധീകരണത്തിനും ശരീരത്തിലെ നീർക്കെട്ട് ഒഴിവാക്കാനും ചുരയ്ക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ചുരയ്ക്ക കൃഷിയിൽ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം കായീച്ച ശല്യമാണ്. പൂവിടുമ്പോഴേക്കും കായീച്ച വന്നിട്ട് ഇതിൽ കുത്തി അതിൽ കായകളിൽ പുഴു ഉണ്ടാവാറുണ്ട്. കായീച്ച കെണികൾ വയ്ക്കാം. പൂവിടുമ്പോൾ തന്നെ കായ സെറ്റാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കടലാസ് കൊണ്ടോ തുണി കൊണ്ടോ ഇതിനെ ഒരു കവർ ചെയ്യുന്നത് നല്ലതാണ്. ഇത് കട്ടിയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കവർ ചെയ്യാത്തത്. കവർ ഊരിയതാണ്. പിന്നെ അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ ഇത് വിളവെടുപ്പ് നടക്കണം. മൂത്ത് കഴിഞ്ഞാൽ ഇത് വിത്തിന് വയ്ക്കാനേ പറ്റുള്ളൂ. ഇത് കായീച്ച കെണിയാണ്, ഫിറമോൺ ട്രാപ്പ്. കായീച്ചകൾ ഇതിൽ ധാരാളം ചത്ത് എടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുമ്പോൾ പെട്ടെന്ന് കായീച്ച വന്ന് കുത്തിയാൽ തന്നെ ഈ വെള്ളത്തിൽ വീണിട്ട് ചത്തുപോകും. ഓരോ പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞാലും നമ്മൾ വളങ്ങളിട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതലൊരു 3 മാസത്തോളം നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.